മക്കളെ, നമ്മുടെ ഏതു പ്രാർത്ഥനകളെയും ദൈവം സ്വീകരിക്കുന്ന സമയമാണ് ജെറുസലേം പ്രയർ ലൈനിന്റെ സമയം. ഈ നല്ല സമയത്തിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ പലയിടങ്ങളിലിരുന്ന് ഒറ്റയ്ക്ക് രോഗക്കട്ടിലിരുന്ന് കരയുന്നവരുണ്ട്. പഠനമുറിയിൽ നിന്ന് വിഷമിക്കുന്നവരുണ്ട്. ജീവിത സങ്കടങ്ങളുടെ നടുവിൽ ചങ്കുപൊട്ടി മുഖം പൊത്തി കരയുന്നവരുണ്ട്. എല്ലുപൊളിയുന്ന വേദനയുമായി കട്ടിലിൽ കിടന്ന് സഹിക്കുന്നവരുണ്ട്. വഴികളെല്ലാം അടഞ്ഞുപോയ മക്കളുണ്ട്. ഇതാ, വചനമാകുന്ന യേശുവിന് നിങ്ങൾ ഓരോരുത്തരോടും ഒരു പ്രത്യേകമായ കാര്യം ഇന്ന് പറയാനുണ്ട്. താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ നമുക്കത് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. 2 പേർ യോജിച്ചു പ്രാർത്ഥിച്ചാൽ, ഭാര്യയും ഭർത്താവും കരങ്ങൾ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, പഠിക്കുന്ന കുട്ടികൾ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ചേട്ടനും അനുജനും അനുജത്തെയും ചേർത്ത് പിടിച്ചാൽ ഏതു കാര്യവും സ്വർഗീയ പിതാവ് നടത്തി തരും. നമ്മൾ ഭൂമിയിൽ കരങ്ങൾ കോർക്കുമ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവവുമായി നമ്മൾ കണക്റ്റഡ് ആകുകയാണ്. നമ്മൾ വചനത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനമാകുന്ന യേശു നമ്മുടെ മധ്യേ വന്ന് ഇരിക്കുകയാണ്. ഏറ്റവും വലിയ ശക്തിയുമായി നമ്മൾ കണക്റ്റഡ് ആയാൽ ശത്രുക്കൾ ഭയത്തോടും വിറയലോടും കൂടി നമ്മുടെ അടുത്ത് വരികയോ മാത്രമല്ല, നമ്മൾ ഇന്ന് പൈശാചിക ശക്തികൾ വിട്ടുപോകും. മുഖം കഴുകാനായിട്ട് കടന്നു എന്ന ഒരു യുവതി കുഴഞ്ഞു വീഴുന്ന സമയത്ത് അപ്പൻ ഓടി വന്ന് പ്രയർ ലൈനിൽ കേൾക്കുവാനായിട്ട് അവളെ വിളിച്ചു. മകളെ കോരിയെടുത്തു കൊണ്ടുവന്ന അപ്പനും അമ്മയും ജെറുസലേം പ്രയർ ലൈൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച വിവരം എന്നെ അറിയിക്കുകയുണ്ടായി. നിർത്താതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അപ്പൻ ഇവിടെ വന്നപ്പോൾ 2 മിഠായി കൊടുത്തിട്ട് പറഞ്ഞു 9:30-ക്കുള്ള പ്രയർ ലൈൻ ശ്രദ്ധിക്കാനായിട്ട്. നേരം പുലർന്നു വന്നു കഴിഞ്ഞപ്പോൾ പകുതി ഛർദി മാറി, മധ്യാഹ്നത്തോടെ പൂർണ്ണമായും അത് വിട്ടുമാറി. മകളെ, വചനമാകുന്ന യേശു പ്രവർത്തിക്കുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ജീവനുണ്ട്. 2 പേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഏതു കാര്യവും, നിന്റെ പഠനവും നിന്റെ പരീക്ഷയും നിന്റെ മാനക്കേടും നിന്റെ നാണക്കേടും ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് മാറ്റി തരും. ഈ വചനത്തെ സ്നേഹിക്കൂ, ഈ വചനത്തെ വിശ്വസിക്കൂ, പ്രാർത്ഥനാ വരത്തനായി പ്രാർത്ഥിക്കൂ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഈ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.